ഹലോ, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ മാസ്ക് ആണ്. ഇത് ഹെയർ മാസ്ക് ആണെന്ന് പറയാനും പറ്റത്തില്ല, ഒരു ഹെയർ സെറം പോലെ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. എൻ്റെ മുടി അത്യാവശ്യം നല്ല തിക്നെസ്സൊക്കെ ഉണ്ട്. എൻ്റെ ഹെയർ നല്ല ഷോർട്ടായിരുന്നു, ഇപ്പോൾ ചെറുതായിട്ടൊക്കെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഡെയിലി ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഹെയറിന് വേണ്ടിയിട്ട്. എനിക്ക് നല്ല ഒരു റിസൾട്ട് തന്നിട്ടുണ്ട്. കാരണം എനിക്ക് നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഒരുവിധം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് അല്ലാതെ മുടി വളരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഓയിലോ അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു ഹെയർ സെറമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ഒന്നാണ് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ കറി ലീഫ് പൗഡർ. ഇത് നല്ല മുടിയെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഓർഗാനിക് ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ ഇതിനകത്ത് വേറെ എന്തെങ്കിലും കെമിക്കൽസോ അങ്ങനെ ഒന്നും വരുന്നില്ല. കറി ലീഫ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മുടിക്കാണെങ്കിലും അതിൻ്റെ ഹെൽത്തിനെ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഞാനിത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇതിനകത്താണെങ്കിൽ ഒരു കവറും കൂടെ ഉണ്ട്, അതിനകത്താണ് പൗഡർ ഉണ്ടായിരിക്കുന്നത്. അത് നല്ല ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി എടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ എല്ലാവരും ഇത് മാസ്ക് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്, പക്ഷേ ഞാനിവിടെ മാസ്ക് ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ചെറിയ ഒരു ചൂടിനകത്ത് വേണം നമ്മൾ ഈ പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് അത്യാവശ്യം ഒരു അര ഗ്ലാസ് വെള്ളം എടുക്കുകയാണെങ്കിൽ ഒരു 2 സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണോ മാത്രം മതി. പിന്നെ നല്ലപോലെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനകത്ത് കട്ട പിടിച്ചൊന്നും ഇരിക്കരുത്, നല്ലപോലെ മിക്സ് ചെയ്ത് തന്നെ കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് മാറ്റിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി സ്പ്രേ ബോട്ടിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട. ഇനി സ്പ്രേ ബോട്ടിൽ ഇല്ല എങ്കിൽ നമ്മുടെ ഒരു സാധാരണ ഒരു ബോട്ടിലിനകത്ത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത് അതനുസരിച്ചിട്ട് യൂസ് ചെയ്യുക. ഇപ്പം ഞാനിത് 2ാമത്തെ മോഡലാണ് കാണിക്കുന്നത്. ഈ ഒരു മെത്തേഡിൽ നമുക്ക് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എഫക്റ്റീവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മൾ നല്ലപോലെ നമ്മുടെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് കെമിക്കൽസ് ഇല്ല, പ്രിസർവേറ്റീവ്സ് ഇല്ല. നമ്മുടെ ഹെയർ ഏത് ടൈപ്പ് ആണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇത് പാരബൻ ഫ്രീ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നതിനും റിജുവിനേറ്റിംഗ് ചെയ്യുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോംബ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ എല്ലായിടവും ഒന്ന് സ്കാൽപ്പിലൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി നല്ലപോലെ നമ്മൾ ഡെയിലി നമുക്ക് നൈറ്റോ മോർണിംഗോ എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു സ്മെല്ല് വരുന്നത് അത്യാവശ്യം ഒരു നല്ലൊരു സ്മെല്ല് തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ടു സ്മെല്ല്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.